അതിന്റെ പെർഫെക്ഷനോടുകൂടി അതിന്റെ എല്ലാ പൂർണ്ണതകളോടും കൂടി ചെയ്തു തീർക്കലാണത്. രണ്ടാമത് ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാകണം. ആളുകൾക്ക്, തന്റെ കൂടപ്പിറപ്പുകൾക്ക്, തന്റെ സഹജീവികൾക്ക്, തന്റെ അയൽവാസികൾക്ക്, ബന്ധുക്കൾക്ക്, പരിചയമുള്ള ആളുകൾക്കും പരിചയമില്ലാത്തവർക്കും അല്ലാഹുവിന്റെ ദൈവം തമ്പുരാന്റെ അടിയാറുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യലാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, നിനക്ക് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിലും ശ്രദ്ധിക്കണം. തീർച്ചയായും നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണത്. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, ഇസ്ലാമിക പ്രസ്ഥാനവും അതിന്റെ വിദ്യാർത്ഥി, യുവജന, വനിതാ പ്രസ്ഥാനങ്ങളൊക്കെ, സംഘടനകളൊക്കെ കേരളത്തിൽ ജനസേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. നാം പ്ലാച്ചിമടയിലെ കൊക്കക്കോള, പെപ്സിയുടെ ചൂഷണത്തിനെതിരെ സോളിഡാരിറ്റി മുന്നിട്ടിറങ്ങുമ്പോൾ അവർക്ക് മുമ്പിൽ താത്വികമായ ഒരു അടിത്തറയുണ്ട്. ദൈവാരാധന എന്നത് ഈ ജനസേവന കർമ്മം കൂടിയോട് യോജിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് സ്വീകാര്യമാവുക എന്നതാണ് അവർ മനസ്സിലാക്കിയ അടിത്തറ. ചെങ്ങറയിലെ ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും അവരോടൊപ്പം അണിചേരണം, അവരുടെ സമരത്തിന് മുന്നണി പോരാളിയാകണം എന്ന് ഈ പ്രസ്ഥാനം വെച്ചിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിന്നാണ്. ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 3/4 സെന്റ് കോളനിയിലെ ആളുകൾക്ക് ഭൂമി വാങ്ങിക്കൊടുക്കാൻ അവർ സമരത്തിനിറങ്ങിയത്. കൊടുങ്ങല്ലൂരിലെ ആളുകൾക്ക് കുടിവെള്ളം നേടിക്കൊടുത്തത് ഈ പ്രവാചകന്റെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. സോളിഡാരിറ്റി കുടിവെള്ള പദ്ധതി കേരളത്തിലെ 50ഓളം ഗ്രാമങ്ങളിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇത്തരം ഒരു മതത്തിന്റെ അനുയായികളായിക്കൊണ്ട്, ഉത്തമാനുയായികളായിക്കൊണ്ടാണ്. പാലക്കാട് ഒരു സമ്മേളനം നടത്തിയപ്പോൾ 500ഓളം വീടുകൾ കേരളത്തിലെ കുടുംബങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചത് നിങ്ങളുടെ പണം, ഞങ്ങളുടെ അധ്വാനം, വീടില്ലാത്തവർക്കൊരു വീട് എന്ന പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കേരളത്തിൽ 500ഓളം വീടുകൾ ദാനമായി നൽകിയത് ഇത്തരം ഒരു മതത്തിന്റെ ആഹ്വാനം ചെവിക്കൊണ്ടുകൊണ്ടാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തബാധിത പ്രദേശങ്ങളിൽ 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളുടെ ദുരന്തമകറ്റാനുള്ള ശ്രമം തീർച്ചയായും നേരത്തെ പറഞ്ഞ അഗതിയോടൊപ്പം നിൽക്കലും, പാവങ്ങൾക്ക് അന്നം നൽകലും, അശരണരെ സഹായിക്കലും, വിധവകളെയും കൈത്താങ്ങില്ലാത്തവർക്കും കൈത്താങ്ങ് നൽകലുമാണ് എന്ന ഖുർആനിന്റെയും ഹദീസിന്റെയും ശാസന ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇതൊക്കെ കേവലം പ്രവാചകന്റെ വാക്കുകൾ മാത്രമായിരുന്നില്ല, പ്രവാചകന്റെ ഉത്തമ അനുയായികളുടെ കേവലം ജൽപ്പനങ്ങളുമായിരുന്നില്ല. അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുത്ത കർമ്മങ്ങളായിരുന്നു ഇതെല്ലാം. പ്രവാചകൻ അദ്ദേഹം പഠിപ്പിച്ചെടുത്ത അദ്ദേഹത്തിന്റെ പാഠശാലയിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കിയ സഹാബാക്കിറാം, ബഹുമാന്യ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ അക്ഷരം പ്രതി പാലിച്ച കർമ്മങ്ങളായിരുന്നു ഇവയൊക്കെ. അബൂബക്കർ എന്ന 1ാം ഭരണാധികാരിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഒരിക്കൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് 2ാം ഭരണാധികാരിയായിരുന്ന ഉമർ ഒരിക്കൽ ഒരു സംഭവം അനുസ്മരിക്കുന്നുണ്ട്. അബൂബക്കർ ഭരണാധികാരിയായ ശേഷം അതിനു മുമ്പ് ചെയ്തിരുന്ന ഒരു നല്ല ജനസേവന കർമ്മം ഇനി തുടരാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് ഞാനത് പോയി ചെയ്യട്ടെ എന്ന രൂപത്തിൽ ഉമർ ഒരു പാവപ്പെട്ട അന്ധയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി അവർക്ക് അടിച്ചുവാരലും അവർക്ക് തുടച്ചു കൊടുക്കലും അന്നം പാകം ചെയ്യലും ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുകയുണ്ടായി. തീർച്ചയായും ഈ ഒരു ശ്രമം യഥാർത്ഥത്തിൽ ഉമർ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി. അബൂബക്കർ ഭരണാധികാരിയായിട്ടുണ്ടെങ്കിലും പ്രവാചകന്റെ ശേഷം ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയായിട്ടുണ്ടെങ്കിലും പക്ഷേ അദ്ദേഹം അതിനുകൂടെ സമയം കണ്ടെത്തി. രാവിലെ പ്രഭാത നമസ്കാരത്തിന് മുമ്പ് അബൂബക്കർ ഈ പണിയൊക്കെ ചെയ്തു വെക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് നമസ്കാരത്തിന് ശേഷം അവിടെ പണി ചെയ്യാൻ പോയപ്പോ വേറെ ആരോ ചെയ്തു വെച്ചതായി കണ്ടു. അവിടുത്തെ സ്ത്രീയോട് ചോദിച്ചു, ആരാണ് ഈ പണി ചെയ്തത്? നിങ്ങൾക്ക് സേവനം ചെയ്തതാര്? സ്ത്രീ പറഞ്ഞു, ഇവിടെ സ്ഥിരം വരുന്ന ആൾ തന്നെയാണ് പണി ചെയ്തത് എന്ന്. ആരാണെന്നറിയണമല്ലോ എന്ന് വിചാരിച്ച് ഉമർ പിറ്റേന്ന് സുബഹിക്ക് മുമ്പ് പ്രഭാത നമസ്കാരത്തിന് മുമ്പ് പാർത്തിരുന്നു കാണാൻ. തിരിച്ചു വരുന്നത്, ആ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നത് 1ാം ഉത്തരാധികാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. തീർച്ചയായും ഈ ഒരു ശ്രമത്തിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എത്ര വലിയവനാണെങ്കിലും പാവങ്ങളോടൊപ്പം, അഗതികളോടൊപ്പം, അശരണരോടൊപ്പവും നാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് കർമ്മങ്ങൾ, ജനസേവന കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണമെന്നാണ്. ഇത് ഉമർ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് പിന്നീട് കാണുന്നത്. അദ്ദേഹം ഭരണാധികാരിയായ ശേഷം ഗോതമ്പ് മാവ് തലയിൽ ചുമന്ന്
വിശന്നു പൊരിയുന്ന ഒരു വീട്ടിലേക്ക് ഏറ്റിക്കൊണ്ടുപോയ അനുഭവം ഉമറിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഇത്തരം മഹാന്മാരായ ആളുകളാണ് ഇസ്ലാമിക് പ്രസ്ഥാനത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും സോളിഡാരിറ്റിക്കും ഒക്കെ ഈ കർമ്മങ്ങൾ ചെയ്യാൻ പ്രചോദനമേകുന്നത്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാറുകളാണ് ജനതകൾ മുഴുവൻ, അള്ളാഹുവിന്റെ ആശ്രിതരാണ് അവന്റെ സൃഷ്ടികൾ മുഴുവൻ. വഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അൻഫഅഹും ലിഇയാലിഹി, അവനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയാര്, സൃഷ്ടിയാര് എന്ന് ചോദിച്ചാൽ അവന്റെ ദാസന്മാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നവൻ എന്നാണ് അതിന്റെ മറുപടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, മൻ അറാദ അൻ തുസ്തജാബ ദഅവതഹു വഇദ് തക്ഷിഫു ഖുർബതഹു ഫൽയുഫർരിജ് അൻ മുഅ്സിരിൻ, ആരെങ്കിലും തന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും തന്റെ പ്രയാസങ്ങൾ അകറ്റപ്പെടണം എന്ന് താല്പര്യപ്പെടുന്നുവെങ്കിൽ അവൻ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം അകറ്റട്ടെ. എങ്കിൽ അവന്റെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുകയും അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയും അവനുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ ദൈവം തമ്പുരാൻ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞതിനർത്ഥം. ഒരു സംഭവം കൂടെ ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അന്ത്യനാളിൽ ദൈവം ആളുകളെ വിചാരണക്കെടുക്കുന്ന ഒരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്ക് ഒരിക്കൽ വിവരിച്ചു കൊടുക്കുകയുണ്ടായി. ദൈവം ഒരു മനുഷ്യനെ വിചാരണക്ക് വിളിക്കുന്നു. അവനോട് ചോദിച്ചു, എന്റെ അടിമേ, നീ എന്താണ് എനിക്ക് രോഗം വന്നിട്ട് നീ എന്നെ സന്ദർശിക്കാഞ്ഞത്? അടിമ അത്ഭുതപ്പെട്ട് ചോദിച്ചു, ദൈവം തമ്പുരാനെ, അള്ളാഹുവേ, നിനക്ക് രോഗം വരികയോ? നീ രാജാതിരാജനല്ലയോ? അള്ളാഹുവിന്റെ മറുചോദ്യം, എന്റെ ഇന്ന അടിമ ഇന്ന സ്ഥലത്ത് വെച്ച് രോഗം ബാധിച്ചപ്പോ നീ എന്തുകൊണ്ട് ആ മനുഷ്യനെ സന്ദർശിച്ചില്ല? നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. വീണ്ടും അള്ളാഹു അവനോട് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, എന്താണ് എനിക്ക് വിശന്നപ്പോ നിന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് നീ തരാഞ്ഞത്? അടിമ അത്ഭുതപ്പെട്ടു, ദൈവമേ, അള്ളാഹുവേ, നിനക്ക് വിശക്കുകയോ? നീ രാജാതിരാജനല്ലയോ? നീ എന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടോ? അള്ളാഹുവിന്റെ മറുപടി, എന്റെ ഇന്ന അടിമ നിന്റെ അടുക്കൽ സമീപിച്ച് ഭക്ഷണം ചോദിച്ചപ്പോ നീ അവന് ഭക്ഷണം നൽകാൻ കൂട്ടാക്കിയില്ലല്ലോ. അവനെങ്ങാനും ആ സമയത്ത് ഭക്ഷണം നൽകിയിരുന്നുവെങ്കിൽ ആ പ്രവൃത്തി ഇവിടെ നിനക്ക് കാണാൻ കഴിയുമായിരുന്നല്ലോ. അള്ളാഹുവിന്റെ മൂന്നാമത്തെ ചോദ്യം, എനിക്ക് ദാഹിച്ചപ്പോൾ നീ എന്തുകൊണ്ട് എനിക്ക് വെള്ളം നൽകിയില്ല? ആ മനുഷ്യൻ ചോദിക്കുന്നു, നീ രാജാതിരാജൻ, നിനക്ക് ദാഹമോ? അള്ളാഹുവിന്റെ മറുപടി, എന്റെ ഇന്ന അടിമ ദാഹിച്ചു വലഞ്ഞു നിന്നെ സമീപിച്ച് വെള്ളം ചോദിച്ചപ്പോ നീ വെള്ളം നൽകിയില്ലല്ലോ. നീ അങ്ങാനും അവന് വെള്ളം നൽകിയിരുന്നുവെങ്കിൽ ആ കർമ്മം ഇവിടെ നിനക്ക് പ്രതിഫലമായി രൂപാന്തരപ്പെടുമായിരുന്നു. നീ അത് ചെയ്യാത്തത് കൊണ്ട് ഈ മനുഷ്യനെ വലിഞ്ഞു മുറുക്കി നരകത്തിലേക്ക് വലിച്ചഴക്കാൻ മാലാഖമാരോട് ദൈവം കൽപ്പിക്കുന്ന രംഗം പ്രവാചകൻ തന്റെ അനുയായികളെ ഉണർത്തുകയുണ്ടായി. ഇത് വിശ്വാസികൾക്ക് പാഠമാണ്. തന്റെ കൂടപ്പിറപ്പുകളോട്, തന്റെ കൂടെ ജീവിക്കുന്ന ആളുകളോട്, തന്റെ അയൽവാസികളോടും ആളുകളോടും മറ്റ് പ്രദേശത്തുള്ള ആളുകളോടുമൊക്കെ കാരുണ്യത്തോടുകൂടി, കരുണയോടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. അവരുടെ കർമ്മങ്ങൾക്ക്, അവരുടെ പ്രയാസങ്ങൾക്ക് ദൂരീകരണം ഉണ്ടാക്കി കൊടുക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അല്ലാത്തിടത്തോളം കാലം അവന്റെ കർമ്മങ്ങൾ ദൈവത്തിന് സ്വീകാര്യമോ അവങ്കിൽ പ്രതിഫലം ലഭിക്കുകയോ ചെയ്യുകയില്ല എന്നതാണ് സൂചന. ഇത്തരം ഒരു കാര്യങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഖുർആനിക ആയത്തുകളിൽ നിന്നും ഈ പ്രവാചകന്റെ തിരുവചനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അത് മുഴുവൻ പാലിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാണ് നാമൊക്കെ ഉത്തമരായ അനുയായികളാകുന്നത്. അല്ലാതെ കേവലം മരം നട്ടാൽ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ജനസേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ അത് ഇബാദത്താകുമോ, ദൈവത്തിനോടുള്ള ആരാധനയാകുമോ എന്ന് ചോദിച്ച് തർക്കിക്കുന്നതിന് പകരം അത്തരം കർമ്മങ്ങൾ പ്രവാചകൻ കാണിച്ചു തന്ന സ്ഥിതിക്ക് അത് ചെയ്യുകയും അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയും ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം ആളുകൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ബാധ്യത. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.